പാട്ട് പാടുന്നതാണ്. ലിറ്ററലി എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അവധിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇതൊരു പാട്ട് പഠിക്കാന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവൾ എന്തെങ്കിലും പാട്ട് എവിടെ നിന്നോ പൊക്കിക്കൊണ്ട് വന്ന് അവൾ പാട്ട് പഠിച്ചു തുടങ്ങും. It's like her, she's like a jukebox. But she's beautiful, she sings wonderfully. If you get a chance, it'll be like an amazing thing for you to hear. അനുരാഗനദിയേ അകലെ കടലറിയാതെ ഒഴുകിടും അനുരാഗ നദിയേ ആ TV കണ്ടു തീർക്കാൻ തുടങ്ങും. 5 മണിയാകുമ്പോൾ അമ്മ ടി വി ഓഫ് ആക്കാൻ പറയും. അതിന് മുമ്പ് എനിക്ക് ആക്ച്വലി പണ്ട് ചെറുപ്പത്തിൽ ടൈമൊക്കെ അറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ ചേച്ചി പറ്റിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നന്ദി. അതൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള കാര്യമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട നീതിയുടെയും ജോസിനെയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചായ അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനും നമുക്ക് ഏറ്റുമില്ലെങ്കിൽ പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുത്. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല.
നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവ്വസമ്പത്തിനും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച യുവാക്കൾ പാവത്തിൽ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗ്ഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ജീവിച്ച യുവാക്കൾ അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ജീവിച്ച യുവാക്കൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ സാരോണിലെ പുഷ്പവും കാടുകയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യാകുമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹ പതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകയാൽ മുന്തിരിയിടത്ത് നിന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ജോസിനെയും നീതിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരവും സുഹൃത സമ്പന്നമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം. അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഈശോയുടെ വലിയ സമാധാനം പരസ്പരം ആശംസിക്കാം. പ്രത്യേകം നീതിക്ക് നമുക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം ആശംസിച്ചുകൊണ്ട് സ്തുതി കൊടുക്കാം. മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ.
I'm
നിൽക്കുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായനേക്കും. ശ്രദ്ധയോടെ ശ്രമിച്ച് ജീവിതത്തെ നവീകരിച്ച് അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് പരദേശർക്കരെ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വാക്യങ്ങൾ ആശ്രയിച്ചാണ്. ഞാൻ മനുഷ്യരെയും ദൈവദൂതന്മാർ ഭാഷ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചങ്ങലയോ ചിലപ്പോൾ കൈത്താളമാണ്. എനിക്ക് പ്രവർത്തനമുണ്ടായിരിക്കുകയോ സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയോ സകല വിജ്ഞാനം വളരെ വിശ്വാസം ഉണ്ടായാലും സ്നേഹങ്ങളിൽ നിന്നൊന്നുമല്ല. ഞാൻ എന്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എന്റെ ശരീരം ലഭിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹത്തിൽ പ്രയോജനമില്ല. സ്നേഹം ദീർഘദേവമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശ്നം ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതം പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിനെ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദപ്പെടുന്നു. സ്നേഹം സകലം സഹിക്കുന്നു, സകലം വിശ്വസിക്കുന്നു, സകലം പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. Hallelujah.
പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വിവാഹ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ താലികെട്ടവും മന്ത്രകൊടിയിലോ മോതിരന്മാരോ കൊന്ത കൊടുക്കലോ അല്ലെങ്കിൽ താഴെ ചിക്കൻ ബിരിയാണി കഴിക്കുന്നൊന്നുമല്ല. ഇതൊന്നും ഇല്ലെങ്കിലും വിവാഹം നടക്കും. ഞാൻ കുറേ നാൾ ആസാമിലുണ്ടായിരുന്നു. സെമിനാരിൽ ചെയ്തതിന് മുമ്പ് അവിടെ കല്യാണം വളരെ എളുപ്പമാണ്. ചെറുക്കൻ വന്ന് പെണ്ണിന് സിന്ദൂരത്തിൽ കൈ മുട്ടിയിട്ട് പെണ്ണിൻ്റെ നെറ്റിയിൽ സിന്ദൂരം പിടിക്കും. പരിപാടി താലികെട്ടില്ല, മന്ത്രോട് കിട്ടിയില്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല. പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അത് നല്ല സഭയുടെ നിയമങ്ങൾ. താലിയൊക്കെ നമ്മുടെ കൊടുക്കുന്ന അതിൻ്റെ ആചാരത്തിൽ കടമെടുത്തതാണ്. എന്നിട്ട് അതിന് നടുവിലുണ്ടായ ഓർമ്മകൾ കുത്തിക്കളഞ്ഞ് നമ്മൾ കുരിശ് സ്ഥാപിച്ചു. എന്തിനെ കുരിശ് വെച്ചെന്നറിയോ? ഇപ്പോൾ കുരിശാണ് അവൻ നിന്റെ കുരിശായിട്ട് മാറും. അതിനുവേണ്ടി ഓർമ്മപ്പെടുത്താൻ ആ കുരിശ വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം താലികെട്ടോ മന്ത്രോടിക്കും ചിക്കൻ ബിരിയാണി കഴിക്കൊന്നും അല്ല, അതിനേക്കാളൊക്കെ അപ്പുറമാണ്. അതെന്താണ് ഇന്നത്തെ കർമ്മം? വിവാഹ ദിവസം ഉള്ളത് ഇതിൻ്റെ ഒരു ആവർത്തനം വരും. ഇത് കഴിയുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സ്, പൂർണ്ണമായ സമ്മതം. ഇത് പ്രധാനപ്പെട്ടത്. അറിവും സമ്മതവും മനസ്സുണ്ടാകുക. ഇതുണ്ട് എന്ന് പരസ്പരം സമ്മതിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ ആദ്യത്തെ കടമ്പ കടന്നുള്ളതാണ്. ഈ പള്ളികളിൽ അത് അനൗൺസ് ചെയ്യണം. ഡാൻസ് അതും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം അതാണ് വിവാഹ ദിവസം. അന്ന് ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരമാണ് വിവാഹത്തിന് പ്രധാനപ്പെട്ട കർമ്മം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഞങ്ങൾ താലി കെട്ടിയത് കൊണ്ടല്ല എൻ്റെ ഭാര്യയായത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായത്, മറിച്ച് ഞങ്ങൾ മനസ്സുകൊണ്ട് സമ്മതിച്ചു എന്നുള്ളത്. അങ്ങനെ സമ്മതം കൊടുത്ത് മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമൊന്നും കേട്ടപ്പോൾ മക്കളെ. അതുകൊണ്ടൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ കല്യാണം കഴിച്ചുകൊണ്ട് ചോദിച്ചാൽ മതി ഇങ്ങനെ 3 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളോട് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ചുറ്റും താമസിക്കുന്നവർ ചിലരുടെ ജീവിതം കാണുമ്പോൾ ഇതുപോലെ ജീവിക്കണം നമുക്ക് തോന്നും. സന്തോഷപ്രദമായ ജീവിതം അതാണ് അനുകരിക്കുക. ചിലരുടെ കുടുംബജീവിതം കാണുമ്പോൾ എൻ്റെ പൊണ്ണ് ദൈവം കല്യാണം കഴിക്കണ്ടാന്ന് വരെ തോന്നും. അങ്ങനെ ഇവിടെ അല്ല നാട്ടിലുള്ള വിശേഷം ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് സാധിക്കുക. അത് മാത്രം മതി. ഇന്നത്തെ സുവിശേഷവും ലേഖനം നമ്മളോട് പറയുന്നത് പരസ്പര സ്നേഹത്തിനെ കുറിച്ചാണ്. മാലാഖമാരുടെ ഭാഷ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, ശരീരം ദൈവിക്കാൻ വിട്ടുകൊടുക്കും, സ്നേഹം തീർന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പെണ്ണിനെ ഒറ്റയൊരുക്കാവിൽ ഉള്ള ഒരാളും ഈ കാക്കനാട്ടിലുള്ള മറ്റൊരു എങ്ങനെ കൂട്ടിമുട്ടിയത് നിങ്ങൾ ഇഷ്ടം. പക്ഷേ ഈ കൂട്ടിമുട്ടി 2 വഴിക്ക് വരുന്ന നദികൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഒത്തിരി സൈഡിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വിവാഹം ധന്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് ഇവിടെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വെച്ചാൽ ജോസ് പറയാൻ വളരെ ഇഷ്ടമാണ്. എന്നോ ഇഷ്ടമല്ല, നീയോ ഇഷ്ടമല്ല, നല്ല കാര്യം. ഇതൊക്കെ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കല്യാണം കഴിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഇഷ്ടം ഇന്നും തീരണം. ഇന്നും ഒന്നും ഇഷ്ടമാവരുത്. ഇഷ്ടം കൊണ്ട് ആവരുത് ഇവിടെ സ്വീകരിക്കുന്നത്, ഇഷ്ടം കൊണ്ടാവില്ല അവനെ സ്വീകരിക്കുന്നത്. ഇഷ്ടം കുറച്ച് കഴിഞ്ഞ് തീരും. നല്ല ഡ്രസ്സ് ചുരിദാർ ഒരു 5-10 മേടിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ഇഷ്ടം ഉണ്ടാവും? കുറച്ച് അവിടെ നമ്മൾ മാറ്റി മേടിക്കാൻ പോകണം. അത് ഇഷ്ടത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറണം എന്ന് തോന്നും. അതുപോലെ വിവാഹ ജീവിതത്തിൻ്റെ കയ്യിൽ കടക്കുമ്പോൾ ഇഷ്ടമല്ല, സ്നേഹമല്ല. അതാണ് സ്നേഹിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകും. സ്നേഹിക്കുന്ന എങ്ങനെയാണ്? ഒരു ദിവസം അപ്പസ്തോലൻ എപ്പോഴെങ്കിലും ഇത് കഴിയുമ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്നും നടക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് 2 പേർക്കും ഫ്രീ ആയിട്ടുള്ള സമയത്ത് അപ്പസ്തോലൻ്റെ ഒരു ദിവസക്കാർക്കുള്ള ലേഖനമാണ് കത്തിയത് വായിച്ചത്. 13-ാം അധ്യായം. അതൊന്ന് വായിച്ചു അത് ആവർത്തി വായിക്കും. സ്നേഹം എന്താണെന്ന് പിടികിട്ടും. എന്നിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അത് അല്ലെങ്കിൽ ആ കുരിശിലേക്ക് നോക്കിയാൽ മതി. നീ ഇവർക്ക് വേണ്ടി കുരിശെടുക്കേണ്ടി വരും, അവന് വേണ്ടി നീ കുരിശെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തയ്യാറാവുമ്പോൾ ഒരു ഭാരമില്ലാതെ ജീവിതം മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ ഒക്കെ ഭാരമായിട്ട് പോകും. ഭർത്താവിൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഭാര്യ, ഭാര്യയുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഭർത്താവ്. എല്ലാ ദിവസവും കൊല്ലുമ്പോഴേ ഇതിനെ കുറിച്ച് നല്ല വാക്ക് പറയാനുണ്ടാവുമല്ലോ. ഏറ്റവും ചുരുങ്ങിയ വർഷം അങ്ങനെ തലമുറ കൊള്ളാം എന്ന് പറയാൻ പറ്റണം, ഡ്രസ്സ് കൊള്ളാമെന്ന് പറയാൻ പറ്റണം, ഇനി പറയണം കേട്ടോ. ഇവരൊന്ന് പൊക്കി കിട്ടാൻ വേണ്ടി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കുഴപ്പമായിട്ട് ജീവിതം തകർന്നു കിടക്കുക അവരോട് ചോദിച്ചാൽ മതി. അപ്പുറത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ സമയം കൊടുത്തേക്കണം
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കണം അയച്ചാൽ സംസാരിച്ചോട്ടെ. ജീവിതത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാമെന്ന് അത്ര എളുപ്പമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ബിസിനസ്സിലുള്ള തീരുമാനങ്ങളാണ്. ജീവിതത്തിന്റെ അവസാനം ബിസിനസ് എപ്പോൾ വേണമെങ്കിൽ നിർത്താം, നഷ്ടം ലാഭം നോക്കിയാൽ മതി. ഇത് ജീവിതത്തിന്റെ അവസാനം വരെ രണ്ടെണ്ണം പശുവിനെ കുത്തി അടിച്ച് കെട്ടിയമാതിരി ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനല്ലാതെ വിട്ടു പോകാൻ വഴിയില്ല. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പറയും സൈക്കിൾ ഇതൊക്കെ ജീവിതത്തിലെ പതിവെന്ന് പറയും. പള്ളിയിൽ വന്ന് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും ദൈവം ചോദിച്ചു മനുഷ്യൻ കണ്ടെത്താൻ പാടാന്ന് പറയും. ഇതാണ് പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് ഏത് ചിന്തിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. നമ്മുടെ ആരെയും കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല വിവാഹം ധന്യമാക്കി സന്തോഷമായിട്ട് പോകാൻ പറ്റുക. ദൈവത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ദൈവമാണ് നമ്മൾ ഈ കടലിൽ മറ്റാരുമില്ല. ഇപ്പോൾ കാറ്റും കോറൊക്കെ ഉണ്ടാകുന്ന കാറ്റിനെയും കടലിനെ ശാന്തമാക്കിയ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകാൻ വേണ്ടി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നമ്മൾ കടന്നു വന്ന വഴികൾ അവിടേക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും. എല്ലാവരും മനസ്സിനോട് നന്ദി പറയുന്ന അവസരം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോലെ വേദന തമാശിക്കല്ല, കാര്യമായിട്ട് വേദന വന്നിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ച് ഈ വിവാഹ ചിന്തയിൽ കടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ എൻ്റെ കൂടെ എന്ന് രണ്ടുപേർക്കും പറയാൻ പറ്റും. എന്തു പ്രശ്നം വരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് പറയാൻ പറ്റുമ്പോൾ ജീവിതം തന്നെ മാറും. ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം വ്യക്തമാക്കുക. ജോസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഇതേ ഭാര്യയെ സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നീത മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വാഗ്ദാനത്തിന് സാക്ഷി കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവസംഘ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ കൃപാവരം ഇവരെ സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായി അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു അവിടുത്തെ സ്നേഹത്തിന് ആശ്രയിച്ചു പ്രാർത്ഥനാനിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പകർത്തുന്ന എല്ലാവരെയും സർവശക്തനെയും ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
a lifetime of togetherness and happiness. It is indeed a very auspicious and beautiful moment of celebration, and I'm absolutely thrilled to welcome everybody gathered here today. For those who don't know me, I'm Maria James, Nita's cousin. As we're done with the solemn part of celebration, I would like to thank those who joined us earlier at the church ceremony and those who have joined us for this celebration here. Warm welcome to all. I would like to invite Joe's parents, Mr. Thomas Opie and Mrs. Kochrani Joseph, and also his elder brother, Sojit. Due to unavoidable circumstances, Sojit's wife, Jessica and Joan baby could not attend the function, but we would like to acknowledge their presence as well. Next, I invite Nita's parents, Mr. Thomas Verghese and Mrs. Reggie and her brother, younger brother Ravi, onto the stage.
are flames, we are fire. Shattered worlds intertwined, like stars flicker in an endless sky. We are flames, we are fire. Oh, I know when our worlds collide, it's the hardest fight. And oh, I know one day we'll find we catch the light and burn our way home. Our way home. There's a path cut in time. There's a way inside. Colors blur and ashes fly. If you hold on so